ഹലോ ഹായ്, പെട്ടെന്ന് ഇത് എളുപ്പത്തിൽ തട്ടിക്കൂട്ട് മസാലക്കറി ആയാലോ. അപ്പോൾ അത് ഞാൻ ആവശ്യമായുള്ള കുക്കർ അടുപ്പത്തോട്ട് വയ്ക്കുക. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നൈസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടെ ഇട്ട് കൊടുത്ത് സവാള വാടാനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി സെറ്റാക്കാം. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ല പേസ്റ്റ് പോലെ വേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി. അതും നമ്മൾ ആഫ്രിക്കൻ മല്ലിയാണിത്, കറിവേപ്പിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ ആഫ്രിക്കൻ മല്ലിക്ക് നിങ്ങളവിടെയൊക്കെ എന്താ പേര് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിവിടെ ആഫ്രിക്കൻ മല്ലി എന്നാണ് പറയുക. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ സവാള വാടി വന്നപ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമുക്കിത് കറിവേപ്പിലയും ആ പറഞ്ഞ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്നിവിടെ മൂക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് മൂത്തതിന് ശേഷം നമുക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ മസാല, ഇറച്ചി മസാലയോ ഒന്നും വേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇനിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നത് ഗരം മസാല കൂടെയാണേ. വേറെ കുരുമുളക് പൊടിയോ ആവശ്യമുള്ളൊരു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുരുമുളക് പൊടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഗരം മസാല മാത്രം ഇട്ട് കൊടുക്കുക. നമ്മൾ പൊടികളൊന്നും അടി പിടിക്കാൻ ശ്രദ്ധിക്കുക. എണ്ണ കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. പൊടികളൊന്ന് പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും പൊട്ടാറ്റോയും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം സോയാബീനും കോളിഫ്ലവറും കൂടെ അരിഞ്ഞ് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി കുറച്ച് വെള്ളം മാത്രം, ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയേ. ഒന്ന് നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 1-2 വിസിലാകുമ്പോഴേക്കും നമ്മളെ മസാലക്കറി കൂടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന് ഒന്നും കൂടെ ഉള്ളി മൂപ്പിച്ച് വറവിടുന്നവർക്ക് വറവിടാം, അല്ലാത്തവർക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മസാലക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.